students, welcome back to online classes. I hope all of you are well prepared in our last section, perimeter. Did you remember what we have learned in our last class? We learned perimeter and some problem based on perimeter. What will be perimeter? Length of the boundary is called perimeter. And we studied two equations for finding perimeter of square and rectangle. Perimeter of a square 4 into side and perimeter of a rectangle 2 into length plus breadth. And we already did so many questions. I think 10 or 12 questions based on perimeter. And the last question is most important. If the perimeter is given, find the side of a square. ഓർമ്മയുണ്ടോ പെരിമീറ്റർ തരും സൈഡ് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. സോ നൗ വി ആർ ഗോയിങ് ടു അവർ നെക്സ്റ്റ് സെക്ഷൻ. Equally important as perimeter, next section is area. We study about area. How can we find area from a figure and we had problem like in perimeter. Okay, our next section is area. So we can move on to our section. Okay. So, area. At first, we can check what is the definition of area. From the beginning of the perimeter, we already studied the definition of perimeter. So, here we study the definition of area. What do you mean by area? Area means area of a closed figure is the surface covered by it. കാര്യമൊന്നുമില്ല. Perimeter എന്തായിരുന്നു? Perimeter means the total length of an object. Total boundary length of an object. If you take this notebook, what is perimeter? Perimeter means the length of this side plus this side plus this side plus and this side. That means total boundary length. അല്ലേ? ഒരു നോട്ട്ബുക്ക് ആണ് എടുക്കുന്നതെങ്കിൽ നോട്ട്ബുക്കിൻ്റെ ബൗണ്ടറിയുടെ ലെങ്ത് ടോട്ടൽ ലെങ്ത് എത്രയാണോ അതാണ് പെരിമീറ്റർ. നെക്സ്റ്റ് ഏരിയ മീൻസ് ഏരിയ ഓഫ് എ ക്ലോസ്ഡ് ഫിഗർ. This is the figure, area of a closed figure. Closed figure നമ്മൾ സ്റ്റാർട്ട് ചെയ്തെടുത്ത് തന്നെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഫിഗർ അത്രയും നോക്കിയാൽ മതി. ദി സർഫസ് കവേർഡ് ബൈ ഇറ്റ് എന്ന് പറഞ്ഞാൽ സർഫസ് ഈ പ്രതലം കണ്ടോ, ദി സർഫസ്. ഈ സർഫസിൻ്റെ മെഷർമെൻറ്റ് എത്രയാണോ അതിനെയാണ് ഏരിയ എന്ന് പറയുന്നത്. സർഫസ് എത്രയുണ്ടെന്നുള്ള സർഫസിൻ്റെ അളവ് മെഷർമെൻറ്റ് അതിനാണ് ഏരിയ എന്ന് പറയുന്നത്. സോ പെരിമീറ്റർ മീൻസ് ബൗണ്ടറി. ഒരു ഒബ്ജക്റ്റ് എടുത്താൽ എന്ത് കാണും? അതിനൊരു ബൗണ്ടറി ഉണ്ട് ഇല്ലേ? പിന്നെ ആ ഒബ്ജക്റ്റിൻ്റെ സർഫസ് ഉണ്ട് ഏതെടുത്താലും ഇല്ലേ? നമ്മൾ ഏതൊരു ഒബ്ജക്റ്റ് എടുത്താലും ഇപ്പോൾ ഒരു ടോയ് എടുത്താലും എന്തെടുത്താലും ഒരു പെൻ എടുത്താൽ തന്നെ ഉണ്ടല്ലേ ഈ പെന്നിന് ബൗണ്ടറി ഉണ്ടല്ലേ? ഇതാണ് ഈ പെന്നിൻ്റെ നീളം ഇല്ലേ? ഇതിൻ്റെ സർഫസ് ഇല്ല, ഇതാ ഈ പുറം ഭാഗം, ഇതാണ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഇപ്പോൾ നോട്ട്ബുക്ക് എടുക്കണമെങ്കിൽ എളുപ്പം മനസ്സിലാവും. ദിസ് ഈസ് ദ ബൗണ്ടറി. ബൗണ്ടറി എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ കണ്ടുപിടിക്കാം. ഏരിയ മീൻസ് ദിസ് സർഫസ്, ഈ പ്രതലം, ഈ ഭാഗം. സോ ഈ സർഫസിൻ്റെ ഏതൊരു ഒബ്ജക്റ്റിൻ്റെ ആയാലും അതിൻ്റെ സർഫസിൻ്റെ മെഷർമെൻറ്റ് എന്താണോ അതിന് പറയുന്ന പേരാണ് ഏരിയ. സോ ഏരിയ ഓഫ് എ ക്ലോസ്ഡ് ഫിഗർ ഈസ് ദ സർഫസ് കവേർഡ് ബൈ ഇറ്റ്. അതിൻ്റെ സർഫസ് എത്രയുണ്ടോ സർഫസിൻ്റെ മെഷർമെൻറ്റിന് പറയുന്ന പേരാണ് ഏരിയ. ഓക്കെ, നെക്സ്റ്റ് ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ഫോളോയിങ് ഫിഗർ ഇഫ് സൈഡ് ഓഫ് എ സ്മാൾ സ്ക്വയർ ഈസ് 1 യൂണിറ്റ്. നമ്മൾ പെരിമീറ്റർ പഠിച്ചപ്പോഴും ഇതുപോലൊരു ക്വസ്റ്റ്യൻ ചെയ്തതാണ് അല്ലേ? എന്താ ഇപ്പോൾ ചെയ്തത്? പെരിമീറ്റർ മീൻസ് ടോട്ടൽ ലെങ്ത്, ബൗണ്ടറിയുടെ ലെങ്ത്. സോ നമ്മൾ ഓരോ സൈഡും 1 യൂണിറ്റ് ആണെന്ന് പറയുക. ഇവിടെ 1 ആണ്, 1 ആണ്, 1 ആണ്, ഇതെല്ലാം 1 യൂണിറ്റ് ആണ്. നമ്മളെങ്ങനെ പെരിമീറ്റർ കണ്ടുപിടിച്ചത്? 1 + 1 + 1 എന്നെടുത്ത്, അല്ലെങ്കിൽ ഒരു സൈഡ് മൊത്തം നോക്കും. ഇവിടെ 1 1 1, ഇവിടെ 3 + 3 എന്നെടുത്ത്. സോ ഏരിയ എന്ന് പറയുമ്പോൾ അതിൽ എന്താണ്? സർഫസ്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ വളരെ എളുപ്പമാണ് ഏരിയ കണ്ടുപിടിക്കാൻ. ഇതെല്ലാം എന്താണ്? സ്ക്വയർ. സ്ക്വയറിൻ്റെയും റെക്ടാങ്കിളിലേക്ക് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിക്കും. അത് പഠിക്കുമ്പോൾ ഇതെന്താണ് ചെയ്തത് പെട്ടെന്ന് വ്യക്തമാവും. സോ ഇങ്ങനെ ഈ ടൈപ്പ് ഫിഗേഴ്സ് തന്നിട്ട് സൈഡ് 1 യൂണിറ്റ് ആണെന്ന് പറഞ്ഞാൽ ഏരിയ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഇതിൽ എത്ര സ്ക്വയർ ഉണ്ടെന്ന് കൗണ്ട് ചെയ്യും. എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9 സ്ക്വയേഴ്സ് അല്ലേ? സോ ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഈക്വൽ ടു 9 യൂണിറ്റ്. സോ പെരിമീറ്ററിനേക്കാൾ എളുപ്പമായിരുന്നു ഏരിയ കണ്ടുപിടിക്കാൻ.
ഈ ടൈപ്പ് ഫിഗേഴ്സ്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? ഹൗ മെനി സ്ക്വയേഴ്സ്, അതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ അല്ലേ. എത്ര സ്ക്വയർ ഉണ്ടെന്ന് എഴുതി നോക്കുക. എല്ലായിടത്തും ഇത് തന്നെയാണ് ചെയ്യുന്നത്. എത്ര സ്ക്വയർ ഉണ്ടെന്ന് എഴുതിയപ്പോൾ അതായിരിക്കും നമ്മുടെ ഏരിയ. നമ്മളിനി സ്ക്വയറും റെക്ടാങ്കിളൊക്കെ പഠിക്കുമ്പോൾ സ്പെഷ്യൽ ഇക്വേഷൻ പഠിക്കും. നിങ്ങൾക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും സ്ക്വയറിൻ്റെ സൈഡ് ഇൻറ്റു സൈഡ് എന്നും റെക്ടാങ്കിളിൻ്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നും നമുക്ക് കാണാതൊക്കെ. സോ ഈ ടൈപ്പ് പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലേ, ഈ ഫിഗറിൽ നിന്നും സ്മാൾ സ്ക്വയറിൽ side 1 unit. So how can we find? Just count how many squares are here. So here 9 squares, so our area is 9 unit. If it is given in centimeter or meter, you write the answer in this one. And a special case for this area, I'll tell you. We can do one more problem for this. Okay. So next figure. So we want to find the area of this figure. How can we find? Just like the previous question, what we have done in our previous question. In this type of questions, for counting the area, we just count how many squares are there. In this figure, how many squares are there? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. So 12 squares are here. So our area equal to 12 unit. So in this type of questions, for finding the area, just count how many squares are here. For square and rectangle, we have two equations. But in this type of figure-like questions, we just use to count how many squares are here. Okay. So this is a little bit thing. An important note: unit of area is square unit. That means, നമ്മൾ കണ്ടു ലാസ്റ്റ് പ്രോബ്ലത്തിൽ കിട്ടിയ എത്ര ആയിരുന്നു ഏരിയ? 12 യൂണിറ്റ് എന്നല്ലേ കിട്ടിയ അല്ലേ? സോ നമ്മളിനി ഏരിയയുടെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആൻസർ കിട്ടിക്കഴിയുമ്പോൾ, ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാം രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റാണ് ഏരിയ കിട്ടുന്നത്. പിന്നെ നമ്മൾ സ്ക്വയറിൻ്റെ കാണും സൈഡ് ഇൻറ്റു സൈഡ് എന്നും റെക്ടാങ്കിളിൻ്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് കാണാം. ഏരിയ എപ്പോഴും പ്രോഡക്റ്റ് ചെയ്താണ് കണ്ടുപിടിക്കുന്നത്. സോ അതുകൊണ്ട് നമ്മൾ ഇതിനൊരു പ്രത്യേക യൂണിറ്റ് ഉണ്ട് ഇടുന്നത്. നമുക്കിപ്പം മീറ്ററിലാണ് ക്വസ്റ്റ്യൻ തരുന്നതെങ്കിൽ നമ്മുടെ ആൻസർ സ്ക്വയർ മീറ്റർ. നമ്പർ എത്രയാണോ ഇവിടെ വരുന്ന നമ്പർ എത്രയാണോ അതിൻ്റെ കൂടെ സ്ക്വയർ മീറ്റർ എന്ന് എഴുതണം. സെൻറ്റിമീറ്ററിലാണെങ്കിൽ സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് എഴുതണം. ഓക്കെ. സോ ഇതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. യൂണിറ്റ് ഓഫ് ഏരിയ സ്ക്വയർ ഉണ്ട്. നമ്മുടെ വൺ വേർഡിനും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിനൊക്കെ ചോദിക്കുന്നതാണ്. നമ്മൾ പഠിച്ചില്ലേ ആംഗിൾസിൻ്റെ ചാപ്റ്റർ പഠിച്ചപ്പം? ഡിഗ്രി പഠിച്ചില്ലേ? ആംഗിൾ മെഷർ ചെയ്യുന്ന ഡിഗ്രി പഠിച്ചില്ലേ? അതുപോലെ തന്നെ ഏരിയയുടെ യൂണിറ്റാണ് സ്ക്വയർ യൂണിറ്റ്. ഓക്കെ. ഇനി നമുക്ക് പെരിമീറ്ററിൻ്റെയും സ്ക്വയറിൻ്റെയും റെക്ടാങ്കിളിൻ്റെയൊക്കെ ഏരിയ കാണാനുള്ള ഇക്വേഷൻസ് എന്താണെന്ന് നോക്കാം. സോ നെക്സ്റ്റ്, what is the area of a square and area of a rectangle? നമ്മൾ രണ്ട് ഇക്വേഷൻസ് പഠിക്കാൻ പോവുകയാണ് ഫോർ ഫൈൻഡിങ് ദ ഏരിയ ഓഫ് എ സ്ക്വയർ ആൻഡ് ഏരിയ ഓഫ് റെക്ടാങ്കിൾ. ഫസ്റ്റ് വൺ, ഏരിയ ഓഫ് എ സ്ക്വയർ. You all know square having all sides are equal length. That's in the figure. All sides are side. Now, what is the area of a square? Square the area. Area equal to, what is the area of a square? It's an equation, simple equation. That is side into side. Okay. You know, all sides are equal for a square. If one side is given, just multiply this 2 times. Area of a square is equal to side into side. Okay. Equations all a box little പഠിക്കാം. Okay. Next, area of a rectangle. Rectangle have length and breadth. You know, rectangle have length and breadth. So area of a rectangle, area. Here side into side. So here length into breadth. നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടായിരിക്കും. Breadth.
So area of a square, side into side, and area of a rectangle, length into breadth. Okay. So next we want to find the area of square and rectangle using the equation. So now we studied what is the equation for finding the area of square. Equation is side into side, and for rectangle length into breadth. കൂടുതൽ ഡെപ്ത് ആയിട്ട് എപ്പോഴും മൈൻഡിൽ ഓർക്കാൻ വേണ്ടിയാണ് പിന്നെ ഇത് പറയുന്നത്. ഓക്കെ, ഈ ഇക്വേഷൻസ്, പെരിമീറ്ററിൻ്റെ ഏരിയയുടെ ഇക്വേഷൻസ്, ഈ 4 ഇക്വേഷൻസ് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിക്കണം. വെറുതെ ബൈ ഹാർട്ട് ചെയ്യൽ, കൃത്യമായിട്ടത് മനസ്സിലാക്കി തന്നെ പഠിക്കണം. യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, now we can do these problems from the figure. Find the area of the following from the figure. From the figure we can obtain this figure. Which type figure? It's a square. So for finding the area is equal to, at first we write the equation for finding the area of a square. Side into side. What is side here? 7 centimeter. So 7 into 7. 7 into 7, 49. Then you write not centimeter, write square centimeter. Square centimeter. Or 49. Instead of square centimeter you can write square centimeter short form. Write SQ and a dot. SQ എന്ന് എഴുതി ഡോട്ട് ഇട്ടാൽ മതി. SQ dot centimeter. ഓക്കെ, സോ നോട്ട് സെൻറ്റിമീറ്റർ, സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് എഴുതിയിരിക്കണം കേട്ടോ. ഏരിയ, പെരിമീറ്റർ അല്ല, ഏരിയയ്ക്ക് നമ്മൾ പഠിച്ചു യൂണിറ്റ് ഓഫ് ഏരിയ ഈസ് സ്ക്വയർ യൂണിറ്റ് എന്നാണ്. ആ യൂണിറ്റിൻ്റെ പ്ലേസിൽ സെൻറ്റിമീറ്റർ വന്നാൽ സ്ക്വയർ സെൻറ്റിമീറ്റർ, മീറ്റർ ആണെങ്കിൽ സ്ക്വയർ മീറ്റർ. ഫോർ നെക്സ്റ്റ് the same, it's also a square. So area, same equation, side into side. Side here 15 into 15, 225. Square, question is in centimeter, so our answer centimeter. Okay, നമുക്ക് ഇത് റെക്ടാങ്കിളിലാണ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. So next, find the same question, find the area of the following from the figure. And we already done 2 questions for square. Next for this type of figure, rectangle. Okay, we know the equation for rectangle. The area of a rectangle, length into breadth. Here length, first figure from length 10 centimeter and breadth 8 centimeter. So at first we write the equation. Area equal to length into breadth. You can write L into B, but I prefer this. Length into breadth and then എഴുതുന്നതാണ് നല്ലത്. Okay, length 10, breadth 8. 10 into 8, 80 square centimeter. Okay, next twist. Area is also a rectangle and the equation same. Length into breadth. So here length 16, breadth 11. Okay, 16 into 11, 176 square centimeter. Don't forget to write square centimeter. Don't write centimeter. Okay, centimeter മാത്രം എഴുതരുത്, സ്ക്വയർ സെൻറ്റിമീറ്ററും തന്നെ എഴുതണം. സോ നമ്മളത് പഠിച്ചത് എന്താണ്? വാട്ട് വിൽ ബി ഏരിയ? വാട്ട് വിൽ ബി ഏരിയ? ഏരിയ of a closed figure is the surface covered by it. അല്ലേ, ഒരു ഫിഗറിൻ്റെ സർഫസിനെയാണ് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ആൻഡ് then we study what for finding the area of square is counting the square. സ്ക്വയറുകൾ എണ്ണി ഏരിയ കണ്ടുപിടിക്കാൻ. നെക്സ്റ്റ്
ഫിഗറിൽ നിന്നും യൂസിങ് ദ ഇക്വേഷൻ ഫോർ സ്ക്വയർ ആൻഡ് rectangle. The area of a square side into side, that's area of a rectangle length into breadth, and we do some problems. Okay, so study deeply, study carefully these portions. Our next class we can deal with more problems like where problems. Okay, so study this section carefully and do more problems. Do the problems, don't read or write. Don't read. Okay, do the problems only. മാത്സ് ചെയ്ത് പഠിക്കാനുള്ളതാണ്, വായിച്ച് പഠിക്കാനുള്ളതാണ്. സോ മാത്തമാറ്റിക്സ് ഈസ് എ സബ്ജക്ട് ഫോർ ഡൂയിങ്, നോട്ട് എ സബ്ജക്ട് ഫോർ റീഡിങ്. So do the problems, study carefully this section. We'll be see you on the next class with our more problems. Thank you.